ഉച്ചയായപ്പോഴത്തേനും മനുവേട്ടൻ എന്താ ഒരു ബിരിയാണി മേടിച്ചു തന്നു കേട്ടോ. ഒന്നല്ല 2 ബിരിയാണി. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് വെച്ചത് കൊണ്ട് പിള്ളേർ വന്നപ്പോഴത്തേനും എന്താ വൈകിട്ട് ചായക്കൊന്ന് ബിരിയാണി കൊടുത്തേട്ടോ. അപ്പോൾ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് ഓരോ വായൊക്കെ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ എന്താ നേരെ വന്നു. ഫ്രിഡ്ജിൽ നമ്മൾ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വറ്റ. ഇന്നലെ മേടിച്ചതാണേ. അത് കറി ആക്കിയിട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ കല്യാണ വീട്ടിലായിരുന്നല്ലോ, അല്ല മനസ്സമ്മത വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ദാ ഐസ് വിടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പാലക് ചീര ഉണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ, ബ്ലഡ് കുറവാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ചീര ഇവിടെ നിത്യ സാധനമാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുപോയി ലഞ്ച് ബോക്സ് കഴുകാൻ വന്നപ്പോൾ ഞാൻ നോക്കുകയാണ് ബാക്കി എന്തോരം ഉണ്ട്, കറികളൊക്കെ തിന്നോന്ന്. എന്തായാലും കൊണ്ടുപോകുന്ന കറികൾ മുഴുവനൊന്നും തിന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വഴക്കൊക്കെ പറയും. പക്ഷേ എന്നാലും ഇഷ്ടപ്പെട്ട കറികളാണെങ്കിൽ മുഴുവൻ തിന്നും കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചപ്പോൾ ആ നേരത്തെ ഞാൻ ചീരയൊക്കെ അരിഞ്ഞത് വേഗം അവിടെ നിന്ന് മാറ്റിയിട്ടെങ്കിൽ സോപ്പും വെള്ളം തെറിച്ച് വീഴുവേ. പിന്നെതാ വറ്റയായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് മുളകൊക്കെ പുരട്ടി നമ്മുടെ പാലക് ചീര ഒരു തോരൻ ഉണ്ടാക്കി. അത് തോരന് ഇത്തിരി പീരിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് രാവിലത്തെ സാമ്പാർ അങ്ങനെ തന്നെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ പാലക് ചീര, മീൻ വറുത്തതും സാമ്പാറും.